ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു കുട്ടി വ്ളോഗായാലോ. ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിട്ട് ഇതാണ് നമ്മളെ ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാദങ്ങൾ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഗൈസ്. ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബസ് കയറാൻ പോകാൻ. വിളിക്കണ്ടേനക്ക് ബസ് വെയിറ്റ് ഗൈസ്. ബസ്സൊന്നും വന്നിട്ടില്ല. നോക്കാം, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നണം. അതിൻ്റെ ഒരു ഈച്ച പൂച്ച പോലും ഇല്ല സ്റ്റാൻഡ്. ഇവളുണ്ട്, വേറെ ആരും. അങ്ങനെ കാത്തിരുന്ന് അവൻ വന്നു. അങ്ങനെ ബസ് കിട്ടി ഗൈസ്. പക്ഷേ ഈ ബസ് കുറേ ദൂരം പോകത്തില്ല. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് പോയ നമ്മളുടെ ബസ്സിന് ടാറ്റ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് ബസ് എത്തിയായിരുന്നു. ഇത് നമ്മൾ ഇറങ്ങിയ ദിവസം കൊള്ളാം, നല്ല ചൂടായിരുന്നു. ഞാൻ ബസ്സിലിരുന്ന് വേർത്ത് കുളിക്കായിരുന്നു. എൻ്റെ സീറ്റ് ഈ കൊച്ചിന് വിട്ടുകൊടുത്ത് ഞാൻ നന്മ മറന്നു. ബാംഗ്ലൂരിൽ തിരക്കിൻ്റെയും ട്രാഫിക്കിൻ്റെയും കാര്യം പറയണ്ടല്ലോ. നല്ല ട്രാഫിക്കായിരുന്നു. 1 മണിക്കൂറത്തെ യാത്ര 1.5 മണിക്കൂറാക്കുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും നല്ല ചൂടെടുത്ത് വേർത്തിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് ട്രാഫിക്കൊക്കെ മാറി നല്ല സ്മൂത്ത് ഒരു വഴി കിട്ടി. പക്ഷെ അതും കുറേ നേരമൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ബാക്ക് ടു ബേസ് എനിക്ക് സീറ്റ് കിട്ടി. പക്ഷെ എൻ്റെ നന്മ മനസ്സ് കാരണം പിന്നെ എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടു. ഞാനൊരു കൊച്ചിന് പിന്നെയും സീറ്റ് കൊടുത്തു. അങ്ങനെ കുറേ നേരം നിന്ന് പിന്നെ എനിക്ക് ഫൈനലി സീറ്റ് കിട്ടി. ഞാൻ ഇരുന്നിട്ട് പോകാൻ തുടങ്ങി. മെട്രോയിലും ബസ്സിലും രണ്ടിലും പോകായിരുന്നു. പക്ഷെ നമ്മൾ ബസ്സിനാണ് പോയത്. അതുകൊണ്ട് കുറച്ചധികം പോകേണ്ടി വന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഇപ്പോൾ സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എണീക്കാൻ നിന്നില്ല. എന്തായാലും ട്രാഫിക്കൊക്കെ തള്ളി നീക്കി അവിടെ എത്താൻ നല്ല സമയം. അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇത് കെങ്കേരിയാണ് സ്ഥലം. അതിന് ജ്യൂസ് ഷോപ്പ് തപ്പായിരുന്നു. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു ഷോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മമനി എന്ന് പറഞ്ഞിട്ടുള്ള കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൾ അവിടെ ഗോൾഗപ്പേൻ്റെ സംഭവം കണ്ടപ്പോഴേക്ക് ആളുടെ മനസ്സങ്ങ് മാറി. ഗോൾഗപ്പയിലോട്ട് പിടിച്ച് എന്നതാ ഗോൾഗപ്പൊക്കെ കഴിച്ച്. ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ചെറിയ അമ്പലം പോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവൾ അവിടുന്ന് ഗോൾഗപ്പൊക്കെ കഴിച്ചു. ഞാൻ പക്ഷേ എനിക്ക് നമ്മമ്മനെ കോഫി മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. വെറും സ്നേഹം. ഞാനിതിങ്ങ് എടുക്കുക. ഇതാണ് സുക്കപ്പൂർ. ഞാൻ എന്തായാലും കോഫി വാങ്ങാമെന്ന് വിചാരിച്ച് ബില്ലൊക്കെ അടിച്ച് കോഫി കയ്യിൽ കിട്ടി. കുടിച്ചു നോക്കാം. ഞാൻ നല്ല സ്വെറ്റായി ഗൈസ്. നല്ല വെയിലായിരുന്നു. ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടു സാധനങ്ങളും പച്ചക്കറിയും പഴവും ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റും. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അറിയാത്തതുകൊണ്ട് ചെറിയച്ഛൻ വന്നിട്ട് കൂട്ടുന്നതാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചെറിയച്ഛനൊന്നും ബുദ്ധിമുട്ടിക്കണം. നമുക്കിങ്ങനെ ചോദിച്ച് അങ്ങനെ ഫൈനലി ചോദിച്ച് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. ഈ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങോട്ടൊക്കെ നല്ല ക്ലീനായിട്ട്. ഇവിടെ ടൗൺ ഏരിയാസ് ആയതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിരുന്നു. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, ഞാൻ അവളെ പിന്തുടരുകയാണ്. അങ്ങനെ എത്തി ഗൈസ്. കണ്ണാടി കണ്ടതും എൻ്റെ പട്ടിഷോ തുടങ്ങിയിരിക്കുന്നത്. രണ്ടാളും കൂടി പടിയാവുന്ന തോന്നണം. ഞങ്ങൾ മേലോട്ട് കയറി വരുമ്പോൾ നല്ല കെട്ടിടങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ക്ലൈമറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആൻറ്റി ഇപ്പോൾ പുതിയതായിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഇവരുടെ പഴയ വീട്ടിൽ പോയിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ആൻറ്റി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു തന്നു. സമയം 5 മണി. അപ്പോൾ TV ഇതുവരെ ഓഫായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ TV ഒക്കെ വെച്ച് സ്പോർട്സ് ചാനലാണ്. നമ്മളുടെ ഒളിമ്പിക്സ് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ചൂടിലാണ്. സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആൻറ്റീൻ്റെ ചെറിയ മോൻ. ആൻറ്റി എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നു. വന്നതല്ലേ ഡ്രസ്സ് മാറിക്കോ എന്നൊക്കെ പറഞ്ഞ് ആൻറ്റിയുടെ നല്ല മനസ്സ് എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറി. നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാൻ. ഇവിടുത്തെ ഗൃഹനാഥൻ അങ്കിളാണ് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരുന്നത്. അങ്കിളിന് പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയിട്ട് അങ്കിള് ജോലീൻ്റെ തിരക്കിലായിരുന്നു. അനു വരുമ്പോഴേ പറഞ്ഞ കാര്യമാണ്, ഇന്ന് മൊത്തം അനുവാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇന്ന് അടുക്കളയിൽ പണിയുള്ളതൊക്കെ അനുവാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾ വന്നപ്പോൾ തന്നെ ഒരു അടിപൊളി ചായ ഇടാമെന്ന് വിചാരിച്ച് ചായ പരിപാടിയിലാണ്. ഏലക്കൊക്കെ പൊടിച്ച് നല്ല സെറ്റായിട്ടുള്ളൊരു ചായയാണ് ആൾ ഉണ്ടാക്കുന്നത്. കുടിച്ച് നോക്കാമല്ലേ. അപ്പോൾ അടുക്കളൊക്കെ അവർ സ്വന്തമാക്കിയാണ്. എനിക്കിവിടെ പണിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങളുടെ മോൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പേര് ചോദിച്ചു. താഴെ നിന്ന് കാര്യമായിട്ട് വ്യൂ പിടിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു പറഞ്ഞ ടെറസിൽ നല്ല വ്യൂ കിട്ടുന്നു. നമുക്കിവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് നോക്കാമല്ലേ. ടൗൺ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ വ്യൂ കാണത്തുള്ളൂ കേട്ടോ. നല്ല രസമില്ലേ. എല്ലാം ഇങ്ങനെ എന്താ തിപ്പട്ടിക്കുള്ളിയൊക്കെ
പെറുക്കി പെറുക്കി വെച്ച പോലെ കെട്ടിടങ്ങൾ. മഴക്ക് മൂടിയിട്ടുണ്ട് മേഘങ്ങളെല്ലാം. ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അനുശ്വര ചായയും കൊണ്ട് വന്നു. കണ്ടില്ലേ, നാണം കുടുങ്ങി എന്തോ പെണ്ണ് കാണാൻ വരുന്ന പോലെയാണ് വരുന്നത്. ചായയൊക്കെ കുടിച്ചു, സെറ്റ്. പിന്നെയും താഴോട്ട് വന്നു. പിന്നെ നൈറ്റിലത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അരിയലും പിന്നെന്താ പെറുക്കലും അതൊക്കെ ആയിരുന്നു. എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ 2 ഉള്ളിയൊക്കെ എടുത്തായിരുന്നു. മോശമല്ലേ. ഹായ് കൊച്ചി. കൊച്ചിനെ ചോക്ലേറ്റൊക്കെ തരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ സോപ്പിട്ട് ഉമ്മ വാങ്ങിക്കുന്ന കുട്ടി. കൊച്ചു നല്ല കുരുത്തക്കേടാണ്. നല്ല കുരുത്തക്കേടെന്ന് വെച്ചാൽ നല്ല കുരുത്തക്കേടാണ്. അവൻ്റെ സാധനം പോലെ എല്ലാം എടുക്കുന്നു, എറിയുന്നു, എന്തൊക്കെയോ ആണ്. ആൻറ്റി ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയായിരുന്നു. ആൻറ്റീൻ്റെ ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നു. അവനാണെങ്കിൽ അതിൽ തന്നെ ആയിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും. ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു അനുവിൻ്റെ അച്ഛനും അമ്മേനും കാണുന്നത്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ മൊത്തം പരിപാടി അടുക്കളയിലാണ്. നല്ല കർണാടക സ്റ്റൈൽ ബിരിയാണിയും പിന്നെ ചിക്കൻ ഗ്രേവിയും ഒക്കെ നമുക്ക് ഇതിൽ ത്രൂ ഔട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണീൻ്റെ പരിപാടിയിലോട്ട് പോവാം. അരക്കാനുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ ഇതിപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ബാക്കി ചില ഐറ്റംസ് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം അരക്കാനിടണം. അപ്പോൾ എന്തായാലും അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് ചെരുവൊക്കെ വെച്ച് ആദ്യം എണ്ണ ഒഴിക്കാം. പിന്നെ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആദ്യം എണ്ണയിലോട്ട് ഇടാം. ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് ഏകദേശം എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ഇടാം. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അനുശ്വര കാര്യമായിട്ടിരുന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇളക്കലായിരുന്നു അവള്. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്നുവെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സംഭവം സെറ്റായിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഗ്രേവിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആകുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ധന്യപ്പൊടിയും ഗരം മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കുക. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ആഡ് ചെയ്ത് വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഗ്രേവിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി, പച്ചമുളക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. അതും ഏകദേശമൊക്കെ വഴണ്ട് വരുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴേക്ക് നമുക്കിവിടെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു. അപ്പോഴേക്ക് ആൻറ്റി നന്നായിട്ട് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കോട്ടെ. അപ്പോൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് ഇപ്പോൾ നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കേടും ലെമണും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ കേടും ലെമണും ഇട്ടത് എരിവ് അത്ര പിടിക്കാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ ഇട്ട് നമുക്ക് എരിവ് കുറച്ച് കുറക്കാവുന്നതാണ്. മല്ലിയിലയും കൂടി ഇട്ടിട്ട് എന്താണ് നമ്മൾ ഫൈനൽ സംഭവങ്ങളിലോട്ട് കിടക്കുകയാണ്. മല്ലിയില ഇട്ട് കഴിഞ്ഞു. ഇനി ഒരിളക്കും കൂടിയും കഴിഞ്ഞ പരിപാടി റെഡി. പിന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഗ്രേവിക്കുള്ള പരിപാടിയാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രേവിക്കുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നെയ്യും എണ്ണ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല വഴണ്ട് വരുമ്പോഴേക്ക് അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് അതും നല്ല വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വേവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 5 കൊല്ലത്തിന് ശേഷം ഞാനിന്ന് ചിക്കൻ കറി കൂട്ടാൻ പോകാറുണ്ട്. അത് ഇവരുടെ വീട്ടിൽ ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനല്ല കേട്ടോ പരിപാടിയൊക്കെ, ഞാൻ വെറുതെ ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വീഡിയോയിൽ കാണിക്കും. കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേവി ഇതാണ് നമ്മുടെ ഷെഫ്. ഗരം മസാല, ചില്ലി പൗഡർ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇളക്കി ഒന്ന് സെറ്റ്. ഇത് കുറച്ച് നേരം ഇനി നന്നായിട്ട് വേവിക്കാൻ വെക്കാം. എന്തായാലും ചിക്കൻ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മാറ്റി വെച്ച ബിരിയാണി ഒന്ന് ഇളക്കിയിടാം. പാൻറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട് മുകളിൽ മാത്രം ഇളക്കിയാൽ മതി, അടികൂട്ടി ഇളക്കരുതെന്ന്. അപ്പോൾ എന്തായാലും ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഗ്രേവി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട്
തിളക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ തിളക്കാൻ വെക്കാം. അപ്പോഴേക്ക് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി നല്ല സെറ്റാവും. കേടും ലെമണൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിവിടെ കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ടാണ് ഇത് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിയിലൊക്കെ ഇട്ടു, മല്ലിയിലിട്ട് ഉറപ്പിക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ സംഭവം സെറ്റ്. അപ്പോൾ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം അടുക്കളയിലായിരുന്നു. അപ്പോൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ ഹോളിലോട്ട് പോവാം. ഇതിപ്പോൾ കാര്യമായിട്ട് ഫാമിലി എന്തോ സംസാരങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലാവരും കൂടെ കൂടിയതല്ലേ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കണ്ണാടീൻ്റെ അടുത്ത് വന്നിട്ട് ഒരുമാതിരി കൊപ്രായൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആൻറ്റി പറഞ്ഞു വന്നോളൂ ഇരുന്നോളൂ കഴിക്കാം. അപ്പോൾ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. കുറച്ചരി കൂടിപ്പോയി, എന്നാലും സെറ്റ്. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആൻറ്റീൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു കോൺ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് താഴത്തെ കൊച്ചു വന്ന് പിന്നെ നല്ല കുടിച്ചിട്ട് അങ്കിളിൻ്റെ ആൻറ്റീൻ്റെ ഒക്കെ നിർബന്ധം കാരണം ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു ഇന്ന് നൈറ്റ്. വാട്ട് ആർ യു ഡൂയിങ് അനുശ്രീ? ഇതിപ്പോൾ എങ്ങോട്ടാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വഴിയേ വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് റൂമിൽ തന്നെ ഇരുന്ന് വെറുതെ പിത്തം കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങി. ഇവർക്ക് കുറച്ച് മലയാളം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ കുട്ടൻ എനിക്കൊരു കുറച്ച് ഹിന്ദി വാക്ക് പറഞ്ഞു. നമ്മൾ രാത്രി നടക്കുകയാണെന്നുള്ളത് രാത്രി നടി തന്നെയാണ് ഉള്ളത്. രാത് കോ ചൽ രഹേ ഹേ. സെറ്റ്. ഇനി എനിക്ക് നോർത്തിലോട്ട് പോവാം. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഐസ് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഐസ് തപ്പി ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ കിട്ടി. ബോട്ടിൽ റെന്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഇവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മോർണിംഗ് ആയി. ഇവിടെ നല്ല മഴയാണ്. രാവിലെ 4:30 തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആവണു. ആൻറ്റി ആണെങ്കിൽ വീട്ടിലത്തെ പണിയൊക്കെ. കാരപ്പൊങ്കലാണ് ഗൈസ് ഇവിടെ രാവിലത്തെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രശ്മികേൻ്റെയും പുനീത് രാജ്കുമാറിൻ്റെ ഏതോ ഒരു മൂവി, എനിക്കറിയില്ല കേട്ടോ ഏതാണ്, അത് ഓടിക്കൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകാനുള്ള റെഡി ആവലൊക്കെ തുടങ്ങി. ലിപ്സ്റ്റിക് മസ്റ്റ് ഗൈസ്, എങ്ങോട്ട് പോവുകയാണെങ്കിലും. ആൻറ്റിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ടു PG. ബൈ ഗൈസ്.